മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനും ഡീപ്പ് റിലാക്സേഷനും നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനും ആങ്സൈറ്റി ഉത്കണ്ഠ കുറയ്ക്കാനും അമിത ചിന്തകളെ ശാന്തമാക്കാനും നമ്മുടെ ജോലിയിലും പഠനത്തിലും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സുഖമായ ഉറക്കത്തിനും ഹൃദയാരോഗ്യം നിലനിർത്താനും രക്തസമ്മർദ്ദവും ബ്ലഡ് പ്രഷറും കുറയ്ക്കാനും ശ്വാസകോശങ്ങളുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താനും നമ്മുടെ തലച്ചോറിൻ്റെ ഇരുവശങ്ങളെയും, അതായത് ഇടതുവശത്തെ തലച്ചോറും വലതുവശത്തെ തലച്ചോറും സന്തുലിതമാക്കാനും അവയുടെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനും എല്ലാറ്റിനും ഉപരി ശാന്തമായി വളരെ ആഴത്തിൽ ധ്യാനിക്കാൻ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും സജ്ജമാക്കാനായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള പ്രാക്ടീസ് എന്ന് ഏറെ പ്രശംസ നേടിയ ഒരു പരിശീലനമാണ് നാഡീശോധന പ്രാണായാമം അല്ലെങ്കിൽ അനുലോമ വിലോമ പ്രാണായാമം. കാര്യം ശരി തന്നെയാണ്, ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളതുമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലോലമായ ഒരു പ്രക്രിയയാണ് ഈ നാഡീശോധന പ്രാണായാമം. അത് ശരിയായ രീതിയിൽ അല്ല ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങളൊന്നും അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. ഏറെ പേർ വരുത്തുന്ന ഏറ്റവും വലിയ പിഴവ് ഏത് മൂക്കിലൂടെ ശ്വസിക്കുന്നു എന്നതല്ല, ഈ പ്രാണായാമം ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദമാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ നിങ്ങൾക്കും അടുത്തിരിക്കുന്നവർക്കും കേൾക്കാൻ വിധം ശബ്ദമുള്ളതാണ് നിങ്ങളുടെ ശ്വസനമെങ്കിൽ നാഡീശോധനം ചെയ്യുമ്പോൾ അതിനർത്ഥം അനാവശ്യമായ പേശികളുടെ പിരിമുറുക്കം സംഭവിക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ ലക്ഷണം. അതുപോലെ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശ്വസനത്തിൽ അല്ലെങ്കിൽ ഈ ക്രിയയിൽ വ്യാപൃതമല്ല, അതിൽ മനസ്സിൽ മറ്റു പല ചിന്തകളും കടന്നു കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റു പല ചിന്തകളും നടക്കുന്നുണ്ട് എന്നതിൻ്റെയും കൂടി ലക്ഷണമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാഡീവ്യവസ്ഥയെ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തെ റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ശാന്തമാക്കുന്നതിന് പകരം നമ്മുടെ ശ്രദ്ധ കൂടുതലും ശ്രമകരമായ ശ്വസനത്തിലായിരിക്കും. പക്ഷേ ഈ ക്രിയയുടെ പ്രധാന ലക്ഷ്യം പരമാവധി ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും കൊണ്ടുപോകുക എന്നല്ല. നമ്മുടെ ശ്വാസം ഏറ്റവും മൃദുവും സ്വാഭാവികവും ശബ്ദമില്ലാത്തതുമാവണം. ശ്രദ്ധിക്കുക. ശ്വാസം നിശബ്ദമാവുമ്പോൾ അനാവശ്യമായ ശ്രമം കുറയും, നമ്മുടെ നാഡീവ്യവസ്ഥ ശാന്തമാകും, മനസ്സ് ശാന്തമായ ജാഗ്രതയിലേക്ക് എത്തും. അപ്പോഴാണ് നമ്മുടെ ഏകാഗ്രത യഥാർത്ഥത്തിൽ മൂർച്ചയേകുന്നത്. നാഡീശോധനം ഒരു ശക്തി പ്രകടനമല്ല, അതിസൂക്ഷ്മമായ ശ്വസന പരിഷ്കരണത്തിൻ്റെ അഭ്യാസമാണ്. അതെത്ര ശാന്തമാകുന്നുവോ, എത്ര നിശബ്ദമാകുന്നുവോ അത്ര തന്നെ ഫലപ്രദമാകും നമ്മുടെ അഭ്യാസവും.